നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിലെ ആദ്യത്തെ 2 മത്സരത്തിലും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ഇന്ത്യൻ ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസൺ മൂന്നാം അംഗത്തിൽ ഒരു മികച്ച തിരിച്ചുവരവ് സ്വപ്നം കാണുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ വലിയൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കുകയെന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പരയിലെ അവസാന മത്സരത്തിലെ മികച്ച സെഞ്ചുറിക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങിയ സഞ്ജുവിന് ഈ പ്രകടനം ആദ്യ 2 മത്സരത്തിലും ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 26, 5 എന്നിങ്ങനെ സ്കോറുകൾക്കാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജു പുറത്തായത്. 2 തവണയും സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ മലയാളി താരത്തെ മടക്കുകയും ചെയ്തിരുന്നു. രാജ്കോട്ടിൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന മൂന്നാം T20യിൽ ശക്തമായ തിരിച്ചുവരവാണ് സഞ്ജു ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര T20യിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ ഗൗതം ഗംഭീറിനെ ഓവർടേക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ. ഈ ഫോർമാറ്റിൽ 37 മത്സരങ്ങളിൽ നിന്നായി 36 ഇന്നിംഗ്സുകളിലാണ് ഗംഭീർ ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ നിന്നും 27.41 ശരാശരിയിൽ 932 റൺസ് നേടുകയും ചെയ്തിട്ടുണ്ട്. 7 അർദ്ധ സെഞ്ചുറികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന സ്കോർ 75 റൺസും. റൺവേട്ടയിൽ ഗംഭീറിനെ ഓവർടേക്ക് ചെയ്യാൻ സഞ്ജുവിന് ഇനി വേണ്ടത് വെറും 92 റൺസ് മാത്രമാണ്. 39 T20കളിലെ 35 ഇന്നിംഗ്സുകളിലായി 841 റൺസാണ് ഇപ്പോൾ ഗംഭീറിന്റെ സമ്പാദ്യം. 27.12 ശരാശരിയിലാണ് സഞ്ജു ഇത്രയും റൺസ് എടുത്തത്. 3 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവസാനമായി കളിച്ച 2 പരമ്പരകളിലാണ് 3 സെഞ്ചുറികൾ സഞ്ജു വാരിക്കൂട്ടിയത്. ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചുറി കണ്ടെത്തിയ സഞ്ജു 4 T20കളിൽ 2ലും സെഞ്ചുറിയോടെ മിന്നിക്കുകയും ചെയ്തു. 5 T20കൾക്കിടെയായിരുന്നു സഞ്ജുവിൻ്റെ 3 സെഞ്ചുറികൾ. 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയെങ്കിലും വർഷങ്ങളോളം ഇന്ത്യൻ ടീമിനകത്തും പുറത്തുമായി തുടരേണ്ടി വന്ന നിർഭാഗ്യവാനായ താരം തന്നെയാണ് സഞ്ജു സാംസൺ. അരങ്ങേറ്റത്തിന് ശേഷം 4 വർഷത്തോളം അദ്ദേഹത്തെ ടീമിൽ കാണാനായില്ലായിരുന്നു. 2019 സഞ്ജു വീണ്ടും ടീമിലേക്ക് തിരിച്ചു പിടിക്കപ്പെടുകയായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ ക്യാപ്റ്റന്മാർ അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകാൻ തയ്യാറായിരുന്നില്ല. 1-2 മത്സരങ്ങൾക്ക് ശേഷം സഞ്ജു ടീമിന് പുറത്താകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല. ഒടുവിൽ ഗംഭീർ സ്ഥിരം കോച്ചും സൂര്യകുമാർ യാദവ് T20യിലെ സ്ഥിരം ക്യാപ്റ്റനാവുകയും ചെയ്ത ശേഷമാണ് സമയം തെളിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഇന്ത്യയുടെ ഭൂരിഭാഗം T20കളിലും സഞ്ജു കളിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ അവസാനത്തെ 2 പരമ്പരകളിൽ തുടർച്ചയായി 7 T20കളിലാണ് അദ്ദേഹം ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി മാറിയത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 മത്സരങ്ങളിലും സഞ്ജുവിനെ കളിപ്പിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്.